മോദിക്ക് ഒന്നും ചെയ്യാനില്ല, അല്ല ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതാവും ശരി. കഴിഞ്ഞ 10 വർഷം തിരുവായ്ക്ക് എതിർവായില്ലാതെ പാർലമെന്റ് കുലുക്കി മതിച്ചു നടന്ന മോദിയെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ 10 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ മുന്നിൽ വെട്ടി വേർക്കുന്ന മോദിയെയാണ് രാജ്യം ഇപ്പോൾ കാണുന്നത്. ദിനംപ്രതി മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം പുറത്തുവരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് അദാനി ഉൾപ്പെട്ട US-ലെ കൈക്കൂലി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ വീണ്ടും പാർലമെന്റിൽ പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് എംപിമാരായ മാണിക്യം ടാഗോറും സപ്തഗിരി ശങ്കർ ഉലഗയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖം മൂടി ധരിച്ച് പരിഹസിച്ചു. ഇരുവരും അദാനിയും മോദിയുമായി പെരുമാറുകയും രാഹുൽ ഗാന്ധി ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാനായിരുന്നു രാഹുൽ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ് എല്ലാ കാര്യവും ചെയ്യാറുള്ളത്, ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് മുഖംമൂടി ധരിച്ച എംപിമാർ പറയുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ മുഖംമൂടി ധരിച്ചിരിക്കുന്ന തന്റെ സഹപ്രവർത്തകനെ ചൂണ്ടിക്കാണിച്ച് അദാനിയുടെ മുഖംമൂടി ധരിച്ച കോൺഗ്രസ് നേതാവ് ഞാൻ എന്തു പറഞ്ഞാലും അയാൾ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതേസമയം നവംബർ 20-ന് സമ്മേളനം ആരംഭിച്ചതു മുതൽ അദാനിക്കെതിരായ US-ലെ കൈക്കൂലി ആരോപണത്തെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കിയതിന് കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. മോദിക്കെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. ഗൗതം അദാനി ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കുറ്റാരോപണം. US-ലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നും US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിച്ചിരുന്നു. അദാനി അനന്തരവൻ സാഗർ അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവുകൾ, അസൂർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കബനീസ് എന്നിവർക്കെതിരെ തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും വഞ്ചനയ്ക്കുമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. $multi-billion പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തി US നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചതായും ആരോപിക്കുന്നു. 265 മില്യൺ കൈക്കൂലി നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നു. 20 വർഷത്തിനുള്ളിൽ ഈ കരാറുകളിൽ നിന്ന് $200 കോടി ലാഭമുണ്ടാക്കാൻ ഉന്നമിട്ടെന്നും പറയുന്നു. അദാനി ഗ്രീൻ എനർജിക്കായി $3 ബില്യൺ വായ്പ എടുക്കാൻ ഗൗതം അദാനി, സാഗർ അദാനി, വിനീത് ജെയിൻ എന്നിവർ വായ്പക്കാരിൽ നിന്നും കൈക്കൂലി കാര്യം മറച്ചുവെച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്.